ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത എക്സാം നവംബർ 23 നടക്കുന്ന എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിലെ 2 എക്സാമുകൾ കഴിഞ്ഞു. നമുക്ക് ഒക്ടോബർ 12 എക്സാം ഉണ്ടായിരുന്നു, നവംബർ 2 ഈ 2 എക്സാമുകളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ അടുത്ത എക്സാമിൻ്റെ പ്രിപ്പറേഷൻ. പൊതുവെ നമ്മുടെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് എക്സാം, അതായത് നമ്മുടെ സൂപ്പർ ഗ്രേഡ് കഴിഞ്ഞ് സ്പെഷ്യൽ ഗ്രേഡ് കഴിഞ്ഞ് ഏറ്റവും ക്ലാസ് 7 വരെയുള്ള ബാങ്കിലേക്ക് വരുമ്പോൾ, അതായത് നവംബർ 23 എക്സാമിന് കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടില്ല. അവർ പറഞ്ഞ റീസൺ സാലറി സ്കെയിൽ കുറവാണല്ലോ എന്ന രീതിയിലാണ് അവർ കുറച്ചധികം പേര് പറഞ്ഞത്. പക്ഷെ നമ്മൾ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, DA 97%. നമ്മളെ സംബന്ധിച്ച് എന്താണ്, അത്യാവശ്യം നല്ലൊരു പേ നമുക്ക് എവിടെ കിട്ടും, ഏത് ബാങ്ക് ആണെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ കാറ്റഗറിയിലും അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി എങ്ങനെ വേണം നമ്മുടെ അടുത്ത എക്സാമിൻ്റെ പ്രിപ്പറേഷൻ, നവംബർ 23 എക്സാമിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ ഒക്ടോബർ മാസം നടന്ന എക്സാം അത്യാവശ്യം PYQ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ PYQവിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത എക്സാമിന് PYQവിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടൻസിയുടെ ഭാഗവും കോർപ്പറേഷൻ്റെ ഭാഗവും PYQ കുറച്ച് ഫോക്കസ് ചെയ്ത് നോക്കുക. അതായത് ഇതുവരെ മുൻപുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അടുത്ത എക്സാമിന് നല്ല സ്കോർ കിട്ടുവാനായിട്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ബാങ്കിങ്ങിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണം, അത് കൂടുതലായിട്ട് പുതിയ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളാണെങ്കിൽ പോലും ബാങ്കിങ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ ഇനി കോപ്പറേറ്റീവ് ലോയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ, അതായത് കഴിഞ്ഞ എക്സാമുകൾക്ക് വന്നിരിക്കുന്ന സെക്ഷനും റൂളുകളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നടത്തണം കോപ്പറേറ്റീവ് ലോയിൽ. ഇപ്പം നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ മാരത്തണിന് നമ്മുടെ ക്ലാസ്സിലെല്ലാം പറഞ്ഞതാണ്, ആനന്ദ് പാറ്റേണിൻ്റെ ഭാഗം നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് ആപ്കോസിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ടായിരുന്നു. അപ്പം ഓരോ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അതായത് കോപ്പറേറ്റീവ് ലോയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ആ സെക്ഷൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളേജാണ് വേണ്ടത്. കോർപ്പറേഷനും അക്കൗണ്ടൻസിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ അക്കൗണ്ടൻസിയിൽ കുറച്ച് ചെറിയ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്, ബഡ്ജറ്റ്, അത്തരം ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, അങ്ങനെയുള്ളതിൻ്റെ ഇക്വേഷൻ, അതുപോലെ കുറച്ച് ഇക്വേഷൻസ് കൂടിയുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇതാണ് നമുക്ക് അടുത്തൊരു എക്സാമിന് നമ്മുടെ സബ്ജക്റ്റ് പോർഷനിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അടുത്ത എക്സാം, ഒരുപാട് പേര് ഞാൻ അത്ര വലിയ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നൊന്നുമില്ല എന്ന രീതിയിലിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം, കൃത്യമായി പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ച് അതും ഒരു അവസരം തന്നെയാണ്. അവിടെ നിങ്ങൾ സാലറി സ്കെയിലോ അല്ലെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ, അതായത് പുതിയ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ളവർ അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തവർ അടുത്ത എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. GK, ഇംഗ്ലീഷ്, മാത്സ് കഴിഞ്ഞ എക്സാം, നമുക്ക് 2 എക്സാമുകളെ കുറിച്ച് ഞാൻ പറയുകയാണ്. നമ്മുടെ ഒക്ടോബർ മാസത്തെയും ഇപ്പം നവംബറിൽ നടന്ന എക്സാം. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, GK എന്ന് പറയുന്നത് വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അപ്പം ഈ ഒരു ഒക്ടോബറിൽ നടന്ന എക്സാമുമായി ബന്ധപ്പെട്ട അതേ ചോദ്യം, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ചോദ്യം GK പോർഷനിലുണ്ടായിരുന്നു. ശരിയല്ലേ? നമുക്ക് അഖിൽ P. ധർമ്മജൻ, റാം കെയർ ഓഫ് ആനന്ദി, നമുക്ക് ഈ 2 എക്സാമിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം GK പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വന്നിരിക്കുന്ന ചോദ്യം കറണ്ട് അഫെയർസ് അല്ല, ബാക്കിയുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം, അതിൻ്റെ റിലേറ്റഡ് ഭാഗങ്ങൾ കൂടി നോക്കിയിട്ട് പോവുക. മാത്സ് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ നമ്മുടെ ഈ ഒരു വരുന്ന എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, സാധാരണ മേഖലയിൽ വേറെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതൊക്കെ എനിക്കൊരു ഷോർട്ട് വീഡിയോ പറയാനായിട്ട് സമയത്തിൻ്റെ തടസ്സമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം,
നമുക്ക് ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. എന്നാണ് വെബിനാർ വരുന്നത്? നവംബർ മാസം 5-ാം തീയതി രാത്രി 7 മണിക്കാണ്. നവംബർ 5 രാത്രി 7 മണിക്കാണ് നമ്മുടെ വെബിനാർ വരുന്നത്. വെബിനാറിൽ ഞാൻ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ CSEB എക്സാം 2026 എങ്ങനെ ജോലി നേടാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ പരീക്ഷകളുടെ എണ്ണം കൂടുമോ, നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്ന ഒരു വെബിനാർ ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കുക. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡേറ്റ് വരുന്നത് നവംബർ മാസം 5-ാം തീയതി രാത്രി 7 മണിക്കാണ്. അപ്പോൾ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുതിയ ബാച്ച് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു A to Z ഒട്ടും ബേസ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള ആരോഹ CC ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇപ്പോൾ ഒരു ബ്രേക്ക് വന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്കെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ ഒരു ആരോഹ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ 6 മാസമാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാം. വെബിനാറിൽ നമുക്ക് സഹകരണ മേഖലയിൽ പുതിയ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ആ അവസരങ്ങൾ ഏതൊക്കെയാണ്, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക, ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുക. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്